തോട്ടിൽ മൊത്തവും ചെളിയും അഴുക്കും. ഓ, ഇവിടെ എന്ത് വൃത്തിയായിരുന്നെന്ന് അറിയാമോ ഞങ്ങൾ അന്നൊക്കെ വന്നപ്പോൾ. ഇപ്പം എല്ലാം പോയി. ഇവിടെ എല്ലാം കാട് പിടിച്ചു. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? കൊതുമ്പ് പറിക്കാൻ. നിങ്ങൾ പോകും വഴി എവിടെ? അതെ, സോറി, പാട്ട് മാറിപ്പോയി. ഞാൻ മാപ്പിനെ പഠിപ്പു. ഞാൻ ഡോറ കളിക്കാൻ പോയതാ, പക്ഷെ ഞാൻ മാപ്പായിപ്പോയി. എന്തായാലും നമുക്ക് പോവാം. അടിപൊളി, നല്ല സ്ഥലം. കാണിച്ചു തരാവേ. കണ്ടോ, എന്തോ നല്ല വ്യൂ അല്ലേ? പണ്ടത്തെ സിനിമകളിലൊക്കെ ഉള്ള പോലെ. ഇതൊക്കെ ഇപ്പം അധികം കാണാനില്ലെന്നാണ് തോന്നുന്നത്, പക്ഷെ ഇവിടെ ഉണ്ട്. പിന്നെ അങ്ങോട്ടൊക്കെ കാണും, എവിടെയെങ്കിലൊക്കെ കാണാതിരിക്കത്തില്ല. ഇതുപോലെയുള്ള സ്ഥലങ്ങൾ ഇപ്പം എല്ലായിടും ഫാക്ടറിയും കെട്ടിടങ്ങളും പിന്നെ ഫ്ലാറ്റുകളും അങ്ങനെ ബിൽഡിങ്സൊക്കെ വന്ന ശേഷം ഇതെല്ലാം നശിച്ചുകൊണ്ടിരിക്കുമല്ലേ. ഓ, അതൊക്കെ ഒരു കാലമല്ലേ, അതൊക്കെ തന്നെ രസം. നമ്മൾ വിജയിച്ചിരുന്നു ഗൈസ്. നമുക്ക് കൊതുമ്പ് കിട്ടിയില്ല, നമുക്ക് ചൂട്ട് കിട്ടി. ഒരെണ്ണത്തിൽ നമ്മൾ ജയിച്ചു. ഇനി ഒരെണ്ണം കൂടി കണ്ടുപിടിച്ച് നമ്മൾ എവിടെ കയറി പോകുന്നു? ഞങ്ങൾ ഇതാകുമ്പോൾ തെങ്ങി കയറാൻ പോവാന്ന്. ഭാഗ്യത്തിന് തെങ്ങി കയറിയില്ല. കണ്ട, ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ ചർക്കയടിച്ച് വീഴും എന്നതാണ് സത്യാവസ്ഥ. അമ്മേ, എന്തൊരു വയലാന്നറിയാമോ? അതുപോലെ ചെളിയും കൂടുതൽ, മഴയും കൂടി പെയ്തതിൻ്റെ ആണെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് ചർക്കിയ ദാണ്ട കിടക്കും. നിന്റെ ദീപമേ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. മഴ പെയ്തില്ലെങ്കിൽ എല്ലാം ഉണങ്ങി കരിഞ്ഞ് വരണ്ട് കിടക്കും. അടിപൊളി അടിപൊളി. എനിക്ക് ഇതുപോലത്തെ സൺസെറ്റ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കുറേ നാൾ വെച്ചത് കണ്ടു. അതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ എന്ത് കിട്ടിയെന്നാ, എന്തോ കിട്ടിയെന്ന് കൂടെ? കൊതുമ്പും കിട്ടി. കൊതുമ്പും കിട്ടി. സന്തോഷം. നല്ല വ്യൂ അല്ലേ? സൂപ്പർ. ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്ന ഒരു പാട്ട്, മറ്റേ മിഥുനം സിനിമ, ഞാറ്റുവേലക്കിളി. ഞാൻ പാടി ശരിയാവില്ല, അതുകൊണ്ട് ഞാൻ അവിടെ നിർത്തുക പാട്ട്. എനിക്കതാ ഓർമ്മ വന്നേ ഇത് കണ്ടപ്പോൾ. ഇവിടെ ആ സൺസെറ്റ്, കൂടെ കൊതു. 6 മണിയായതിൻ്റെ ഇവിടെ ഇറങ്ങാൻ പറ്റത്തില്ല. കൊതു കടിച്ച് തിന്ന് കൊല്ലും മനുഷ്യനെ. കണ്ടോ കശുവണ്ടി? എല്ലാം അമ്മാമ്മയുടെ ആണ്. അമ്മാമ്മയുടെ അടുത്ത കൃഷി പുളിഞ്ചിക്ക. ഈ 2 സാധനങ്ങളിൽ ഒതുങ്ങുന്നില്ല അമ്മാമ്മയുടെ കൃഷി. ഇനിയും ഉണ്ട്. അമ്മാമ്മ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഓണറാണ്. ഓക്കെ, ചിലർ വിചാരിക്കും എൻ്റെ അമ്മയുടെ അമ്മയെന്നായിരിക്കും. അല്ല, ഞങ്ങൾ ഇവിടുത്തെ ഓണറാണ്. എൻ്റെ അമ്മയുടെ അമ്മയൊക്കെ തിരുവനന്തപുരത്ത് വീട്ടിലുണ്ട്. അത് എൻ്റെ അമ്മാമ്മയല്ല, അമ്മൂമ്മയാണ് ഞാൻ വിളിക്കുന്നത്. ഇത് ഞങ്ങൾ ഇവിടുത്തെ അമ്മാമ്മ, ഓണർ. ഇവിടേക്ക് അങ്ങനെയാണ് വിളിക്കാറ് എല്ലാവരും, അമ്മാമ്മ എന്നാണ് വിളിക്കാറ്. അപ്പോൾ ഞങ്ങളും അങ്ങനെയാണ് വിളിക്കുന്നത്. അമ്മ അവിടെ അത് അന്വേഷിക്കാൻ പോയി, ഞങ്ങൾ രണ്ടും കൂടി തിരിച്ചു പോകുന്നു. ഞാൻ തിരിച്ചു പോകുന്നില്ല, ഞാൻ അവളെ കൊണ്ട് ആ ഗേറ്റിൻ്റെ അവിടം വരെ വിടട്ട്, എന്നിട്ട് ഞാൻ തിരിച്ചിങ്ങി പോരും. അത് ഭയങ്കര കൊതു. അതുമല്ല, ഈ തേരി കയറാനും ഇറങ്ങാനും എന്തു പാടാന്നറിയാമോ? കിതച്ചു പോകും മനുഷ്യൻ. ഞാൻ ജസ്റ്റ് ഒന്നുകൊണ്ടൊന്ന് കയറിയതേ ഉള്ളൂ, കിടക്കാൻ തുടങ്ങി. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. നേരത്തെ ചടുത്തുള്ളി കൊണ്ട് നടന്നതല്ലേ, ഇപ്പോൾ ഒട്ടും വയ്യ. അയ്യോ, പോകുന്ന പോക്ക് ഫ്രണ്ടിൽ നിർത്തി. എനിക്ക് വയ്യ നടക്കാൻ. ഞാൻ താഴോട്ട് ഇറങ്ങിയപ്പോൾ കാണിച്ചില്ലേ പൂക്കൾ, അതിന് പകരം ഇവിടെ വേറെ കുറച്ച് സാധനങ്ങളുണ്ട്. സാധനങ്ങളല്ല, ഒരു സാധനമേ ഉള്ളൂ, കാണിച്ചു തരാം. തൂങ്ങി നിൽക്കുമോ കൊലയോടെ, നല്ല രസമുണ്ട് കാണാൻ. കണ്ടോ, നിറയെ മാങ്ങ. പക്ഷേ ഇതൊന്നും ആരും പറിക്കത്തില്ല ഇവിടുന്ന്, അതുകൊണ്ട് ചുമ്മാ വാടിപ്പോവും. ഈ മാങ്ങയൊന്നും ആരും പറിക്കാത്തതുകൊണ്ട് ചുമ്മാ പഴുത്ത് താഴെ വന്ന് വീഴും, എന്നിട്ട് കേടായിപ്പോവും. അതുകൊണ്ട് ഇതൊന്നും ആർക്കും വേണ്ട. എനിക്കാണെങ്കിൽ ഇഷ്ടമാണ് മാങ്ങ പറിക്കാൻ ഇവിടുന്ന്, പക്ഷെ പറിക്കാനാണെങ്കിൽ നമ്മൾ സാധനമില്ല. പോകുന്നു. ഞാൻ കയറിപ്പോയി. ടാറ്റാ. അവള് പോയി. ഇനി നമുക്ക് തിരിച്ച് താഴോട്ട് നടക്കാം. അവിടെ എന്തായോ എന്തോ, കൈ കിട്ടിയോ ഇല്ലയോ എന്ന സാധനങ്ങൾ തൽക്കാലത്തേക്കുള്ളതെല്ലാം കിട്ടിയെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ തിരിച്ച് കണ്ടത്തിലെത്തി ഗൈസ്. അല്ല, ഇവിടെ നിന്ന് ആളിനെ കാണാനില്ല. ഇനി അടുത്ത
അതിനെ തപ്പി പിടിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. ഒന്ന് അന്വേഷിച്ച് പോയ ആളിനെ കാണാൻ. ആരാ ദൈവമേ, അങ്ങോട്ട് നോക്കി ഏതൊക്കെ വഴി കൂടി കാട്ടി കയറി നിൽക്കുന്നു. ഒരു ചുമന്ന ഡ്രസ്സ് കണ്ടോ? അതാണ്ട് ഏതോ ഒരു കാട്ടിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്നു. ഏത് വഴിക്ക് കയറിയോ എന്തോ. കൊള്ളാം. ആ നിൽക്കുന്ന ദൂരം ഇവിടുന്ന് പോകുന്ന ദൂരം നോക്കിക്കേ. ഇതേത് വഴിക്ക് കയറിയെന്ന് എനിക്ക് അറിഞ്ഞൂടോ. എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ്. എന്നാലും ഞാൻ ഇത് ഏത് വഴിക്ക് പോകുമെന്ന് തോന്നി. വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ ഞാൻ ഇവിടെ കൂടിയൊക്കെ അവിടെ കൂടിയൊക്കെ ഇറങ്ങിപ്പോയി. ഇപ്പം എനിക്ക് ഓർമ്മ പോലും ഇല്ല സ്ഥലം. അതാ വരുന്നല്ലോ. അത്യാവശ്യത്തിന് കിട്ടിയെന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ കൂടുതലായെന്ന് തോന്നുന്നു. കുറച്ചും കൂടി നോക്കാം. അങ്ങനെ നമ്മൾ അടുത്തെത്തിക്കഴിഞ്ഞു ഗൈസ്. ഇതാ വരുന്നു. ഇത് ഏത് വഴി പോയേ? ഇതുവഴിയോ? കൊള്ളാം. ഇതുവഴി ഞാൻ വീഡിയോ എടുക്കാൻ പോയിട്ടുണ്ട്. അല്ലാണ്ട് എനിക്ക് അറിഞ്ഞൂടാ. ഇത്തിപ്പൂരം അവിടെ എന്തിരിക്കണമെന്ന്. അതവിടെ ഇരിക്കണം. ഇതെവിടെയൊക്കെ പോകണം എന്തോ അരി. ദാണ്ട് എന്തോരൊക്കെ താഴെ വീണ്. ദാണ്ട് ഒരെണ്ണം താഴെ വീണു ഇവിടെ. തോണ്ട് പിന്നെ ഇവിടെ കൂടി കയറാനില്ല. വാ. അയ്യോ, എല്ലാം കിട്ടി ബോധിച്ച്. നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഗൈസ് വിശേഷം. ഞാൻ തളർന്ന് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ. പിന്നെ ഒരു കാര്യം വഴിയെ പറയാമെന്ന് പറഞ്ഞു. അത് നാളത്തെ വീഡിയോയിൽ അല്ലെങ്കിൽ അടുത്ത വീഡിയോ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ സെറ്റേ, ഞാൻ നാളെ വരാം കേട്ടോ അടുത്ത വീഡിയോയിൽ. ടാറ്റാ ബൈ ബൈ ബൈ. അതുപോലെ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.